The physician as co-workers see him. അതായിരുന്നു അതിന്റെ തലക്കെട്ട്. ഒരു ഡോക്ടറായി എങ്ങനെ അദ്ദേഹത്തിന്റെ കൂടെ ജോലി ചെയ്തവർ കണ്ടിരുന്നു എന്നുള്ളതാണ്. ഡോക്ടർ ബോബിനെ ഒരു ഡോക്ടറായി എങ്ങനെ കൂടെയുള്ളവർ കണ്ടിരുന്നു എന്നുള്ളതാണ് അതിന്റെ തലക്കെട്ട്. Those who worked with Dr. Bob while he was drinking and while he was recovering saw different aspects of the man and his problem. രണ്ടും രണ്ടായി കണ്ടിരുന്നു. ഡോക്ടർ ബോബിന്റെ കൂടെ ജോലി ചെയ്തിരുന്ന ആളുകളുണ്ട്. ഒരു കുടിക്കുന്ന ആളായിട്ടും പിന്നെ അദ്ദേഹം മോചനത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന ആളായിട്ടും രണ്ടും രണ്ടു വിധമായി കണ്ടിരുന്നു. Starting in late 1920s, Dr. Bob had been going quite often to St. Thomas Hospital, where he was appointed to the courtesy staff in 1934. 1920 തൊട്ടിട്ട് ഡോക്ടർ ബോബ് കൂടെ സെന്റ് തോമസ് ഹോസ്പിറ്റലിലേക്ക് പോകുന്നുണ്ടായിരുന്നു. അവിടെയായിരുന്നു അദ്ദേഹത്തെ കേർട്സി സ്റ്റാഫായിട്ട് 1934 നിയമിച്ചിരുന്നു. It was on one of his first visits in 1928 that he met Sister Mary Ignatia. അദ്ദേഹത്തിന്റെ ഒരു വിസിറ്റില്, അദ്ദേഹത്തിന്റെ ആദ്യത്തെ വിസിറ്റ് ആയിരുന്നു അത് 1928 സിസ്റ്റർ മേരി ഇഗ്നേഷ്യയെ അദ്ദേഹം കണ്ടുമുട്ടിയിരുന്നു. She had taught music, but after being ill was assigned less strenuous duties in the admitting office at St. Thomas, which was run by the Sisters of Charity of St. Augustine as it is today. അപ്പോൾ ഇത് സിസ്റ്റർ മെഗ്നീഷ്യ എന്തായിരുന്നു എന്നുള്ളതാണ്. അവര് സംഗീതം പഠിപ്പിച്ചിരുന്നു. പിന്നെ അവർക്ക് അസുഖം വന്നതുകൊണ്ട് കുറച്ച് അത്ര ബുദ്ധിമുട്ടില്ലാത്ത ജോലികളായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ സെന്റ് തോമസ് ഓഫീസിൽ ആയിരുന്നു അഡ്മിറ്റ് ചെയ്യുന്ന സ്ഥലത്ത്. അത് സിസ്റ്റേഴ്സ് ഓഫ് ചാരിറ്റി ഓഫ് സെയിന്റ് ഓഗസ്റ്റീൻ അവർ നടത്തിയിരുന്ന ഒരു ഇതായിരുന്നു, ഒരു സ്ഥാപനമായിരുന്നു. ഡോക്ടർ would call and say, "Sister, may I have a bed?" Remembered Sister Ignatia. ഡോക്ടർ വിളിച്ച് ചോദിക്കും സിസ്റ്ററോട്, എനിക്ക് ഒരു കിടക്കയുണ്ടോ എന്ന് ചോദിക്കും. I would always recognize his voice with its rich New England accent. അദ്ദേഹത്തിന്റെ ശബ്ദം എപ്പോഴും തിരിച്ചറിയാൻ ഇവർക്ക് സാധിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ന്യൂ ഇംഗ്ലണ്ട് വോയിസ്. He rarely came to the hospital without visiting the admitting office. ഇവരുടെ ഓഫീസായിരുന്നു അഡ്മിറ്റിംഗ് ഓഫീസ്. അവിടെ വരാതെ അദ്ദേഹം ഒരിക്കലും ആശുപത്രിക്ക് അകത്ത് പോകുമായിരുന്നില്ല എന്നാണ് പറയുന്നത്. He loved to use slang words. സ്ലാങ് വേർഡ്സ് ഒരു പ്രത്യേകതരം ഭാഷ അദ്ദേഹത്തിന്. ഓരോ ഭാഷയെ പ്രത്യേക രീതിയിൽ കാണിക്കുന്നതാണ് സ്ലാങ് എന്ന് പറയുന്നത്. അത് അദ്ദേഹം ഉപയോഗിച്ചിരുന്നു. If he was at some big dinner, he would say, "Well, we put on the nose bag yesterday." Or he would come into the admitting office where I have many other people around and ask about his patient. I would say, "I put Mr. Jones in 408, but there is another patient there." Another patient, sister? Yes, doctor. Another patient. You mean a frail sister? So the next time I would say, "Doctor, your Mr. Brown is in 241 and there is a frail in 218 and there is a frail in 218. He would just enjoy it." ഇത് അവർ തമ്മിലുള്ള രസകരമായിട്ടുള്ള സംഭാഷണം ആ സ്ലാങ്ങിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. If he was at some big dinner, he would say, "Well, we put on the nose bag yesterday." ഡിന്നറിലുള്ള സമയത്തുള്ള സംഭാഷണം. Or he would come into the admitting office. ഇവരുടെ ഓഫീസിലേക്ക് വന്ന്
where I had many other people around. എൻ്റെ ചുറ്റും ആളുകളുള്ള സമയത്ത് ask about his patient, അദ്ദേഹത്തിന്റെ പേഷ്യന്റിനെ കുറിച്ച് അന്വേഷിച്ചു. I had say I had put Mr. Johnson 408, 408 Johnson, Mrs. Johnson, but there is another patient there. Another patient sister. പക്ഷെ അവിടെ വേറൊരു പേഷ്യൻ്റ് എന്ന് പറയുമ്പോൾ വേറൊരു പേഷ്യൻ്റോ എന്ന് അദ്ദേഹം ചോദിക്കും. യെസ് ഡോക്ടർ, അനദർ പേഷ്യൻ്റ്. അതെ, വേറൊരു പേഷ്യൻ്റ് ഉണ്ട് എന്ന് പറയും. യു മീൻ എ ഫ്രെയിൽ സിസ്റ്റർ? ഇങ്ങനെ ചോദിക്കുമ്പോൾ അതൊരു ഒരു വളരെ ഫ്രെയിൽ ആയിട്ടുള്ള, അതായത് മെലിഞ്ഞിട്ടുള്ള ഒരു സിസ്റ്ററാണോ, വളരെ ക്ഷീണിതയായിട്ടൊരു സിസ്റ്ററാണോ? സോ ദ നെക്സ്റ്റ് ടൈം ഐ വുഡ് സേ, ഡോക്ടർ, യുവർ മിസ്റ്റർ ബ്രൗൺ ഈസ് ഇൻ 241 and there is a frail sister in 218. അതുകൊണ്ട് ഇവര് പറയും മിസ്റ്റർ ബ്രൗൺ 241 അവിടെ ഒരു ഫ്രെയിൽ 218 there is a frail in 218. He would just enjoy it. ഇങ്ങനെ പറയുന്നത് അദ്ദേഹം രസകരമായി കണ്ടിരുന്നു. Dr. Bob was also in the habit of calling almost everyone by a nickname. അദ്ദേഹം എല്ലാവരെയും ഒരു അദ്ദേഹത്തിൻ്റെതായിട്ട് വിളിപ്പേരായിട്ട് വിളിക്കുന്ന സ്വഭാവമായിരുന്നു. He always called me Abercrombie. Said one of the early AAs, Bill Wilson, was Billy, or on state occasions perceivably Sir William. ഇതൊക്കെ അദ്ദേഹം വിളിപ്പേര് വിളിച്ചതിന്റെ കാര്യമാണ് പറയുന്നത്. Abercrombie എന്ന് അവരെ ഇഗ്നേഷ്യൻ വിളിച്ചിരുന്നു. ബിൽ വിൽസനെ വില്ലി അല്ലെങ്കിൽ സർ വില്യം. Alcoholics in general were UDs for unknown drunks. Unknown drunksനെ UDs എന്ന് പറയും, മദ്യാസക്തരെ. According to Smithy, the good sister had her name as well, IG. സ്മിതി പറയുന്നു സിസ്റ്റർക്ക് IG, അതായത് ഇഗ്നേഷ്യ എന്നുള്ളതിന്. However, he was doubtful that his father ever had the nerve to use it in her presence. എന്തായിരുന്നാലും ബോബിന് അങ്ങനെ അവരുടെ സാന്നിധ്യത്തിൽ യൂസ് ചെയ്യാൻ ധൈര്യം ഉണ്ടായിരുന്നു എന്ന് അറിയില്ല. As Sister Ignatia recalled, their first meeting seemed of no particular consequence. പ്രത്യേക ഒരു ഇതൊന്നും ഉണ്ടായില്ല അവരുടെ ആദ്യത്തെ കണ്ടുമുട്ടൽ. She knew nothing of Dr. Bob's problem. അവർക്ക് ഡോക്ടർ ബോബിന്റെ പ്രശ്നത്തെ കുറിച്ച് ഒന്നും അറിയില്ലായിരുന്നു. He just always seemed different from the rest. മറ്റുള്ളവരിൽ നിന്നും ഒരു വ്യത്യസ്തനായിരുന്നു ആണെന്ന് തോന്നി അവർക്ക്. He brought something with him when he came into the room. എന്തെങ്കിലും കൊണ്ടുവരുമായിരുന്നു റൂമിലേക്ക് വരുന്നു. I never knew what it was. I just felt it. എന്താണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ പോലും ഞാനത് എനിക്കത് ഫീൽ ചെയ്യാമായിരുന്നു. Another who thought Dr. R.H. Smith was different. Dr. R.H. Smith he was known to us as Dr. R.H. Smith. RHS, because another who thought Dr. R.H. Smith was different, wonderfully different, was Betty B., then a young student nurse at City Hospital. വേറൊരാള് ഡോക്ടർ ബോബിന് വ്യത്യാസമായിട്ട് വിചാരിച്ചത് ബെറ്റി ബി ആയിരുന്നു, യങ് സ്റ്റുഡന്റ് നഴ്സ്. He was known to us as Dr. RHS എന്നാണ് അറിയപ്പെടുന്നത്. Because there were two others Smiths at City Hospital, she said. വേറെ 2 സ്മിത്ത് ഉണ്ടായിരുന്നു, അതുകൊണ്ട് RHS എന്ന് പറയുന്നത്. In 1934, Betty had no idea that Dr. RHS was an alcoholic. ഇവർക്ക് അറിയില്ലായിരുന്നു, ബെറ്റിക്ക് അറിയില്ലായിരുന്നു ഡോക്ടർ RHS ഒരു മദ്യാസക്തനാണെന്നുള്ളത് അറിയില്ലായിരുന്നു. Although she was aware that his hands sometimes
shook when he did a dressing and that his eyes were bloodshot. കൈ വറയ്ക്കുമായിരുന്നു ഡ്രസ് ചെയ്യുമ്പോൾ. അതേപോലെ കണ്ണ് ചുവന്നിരുന്നു. അറിയില്ലായിരുന്നു ആൽക്കഹോളിക് ആണ്. Only years later, when she herself came into the AA program, did she learn that City Hospital's Dr. R.H. Smith and AA's Dr. Bob were one and the same. പിന്നീട് അവർ എയിൽ വന്നപ്പോഴാണ് അവർക്ക് മനസ്സിലായത് സിറ്റി ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്ന R.H. സ്മിത്തും എയിലുള്ള ഡോക്ടർ ബോബും ഒരാൾ തന്നെയാണ് എന്നുള്ളത്. Yet the problem of alcoholism among staff members was not unknown even to student nurses. എന്നിരുന്നാൽ പോലും ഈ മദ്യാസക്തിയുടെ പ്രോബ്ലം ഈ സ്റ്റാഫ് മെമ്പേഴ്സിന്റെ ഇടയിലുള്ള മദ്യാസക്തിയുടെ പ്രോബ്ലം അറിയാതൊന്നും ഇരുന്നില്ല സ്റ്റുഡന്റ് നഴ്സസ്. Betty heard that one doctor who had been chief of surgery was dismissed for this reason. അവർക്ക് അറിയാമായിരുന്നു ബെറ്റിയിൽ ഒരു ഡോക്ടറുടെ ജോലി പോയി ഇതുകൊണ്ട്, ഈ ഒരു കാരണം കൊണ്ട്. She was told they allowed him to operate surreptitiously. And once when she was on call, he wheeled someone into the operating room in the middle of the night. She was told they allowed him to operate surreptitiously. അറിയാതെ ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ സമ്മതിച്ചിരുന്നു. once ഒരിക്കൽ when she was on call, അവരൊരു ആവശ്യത്തിനായിട്ട് പോയിരുന്നപ്പോ he wheeled someone into the operating room. ആരെയോ ഒരാളെ ഉരുട്ടിക്കൊണ്ടുവന്നു രാത്രി അർദ്ധരാത്രിക്ക്. Betty saw Dr. R.H.S. as neither pompous nor condensing at a time when student nurses were at the lowest level in a hospital hierarchy, where doctors were demigods in their own estimation. Betty ഇവര് ഈ ഡോക്ടർ വളരെ പോംപസ്, അതായത് വലിയ പൊങ്ങച്ചൊന്നും കാണിക്കുന്നതോ അല്ലെങ്കിൽ കണ്ടൻസെന്റിങ് അറ്റ് എ ടൈം ചുരുക്കി കാണിക്കുന്ന ആളും അല്ല. ഈ സ്റ്റുഡന്റ് നഴ്സസിന്റെ മുമ്പിൽ അവർ വളരെ ഹയറാർക്കി, അതായത് അവിടുത്തെ ആസ്പത്രിയിലുള്ള ആ ഒരു ഇതിൽ അവർ വളരെ ലോവർ ലെവലിലായിരുന്നു പോയി. അപ്പൊ ആ സമയത്ത് ഡോക്ടേഴ്സിനെയൊക്കെ ഒരു ദൈവം പോലെയൊക്കെ കണ്ടിരുന്നു. He didn't ignore me or any other student, she recalled. ഈ ബെറ്റി എന്ന് പറഞ്ഞവരെ അദ്ദേഹം ഒരിക്കലും ഇഗ്നോർ ചെയ്തില്ല, അല്ല വേറെ ആരെയും ഇഗ്നോർ ചെയ്തില്ല. When we had stepped aside as required at an elevator door so a doctor could precede us, we all knew Dr. R.H.S. would push us ahead, just as he had stared above his glasses and growled. അദ്ദേഹം ആരും കാണാതെ പോയില്ല എന്നുള്ളതാണ്. പക്ഷേ when we had stepped aside as required, ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ, എലിവേറ്ററിൽ കയറുമ്പോൾ ഒന്ന് മാറി നിന്ന് കഴിഞ്ഞാൽ ഡോക്ടർക്ക് മുമ്പോട്ട് പോവാൻ സാധിക്കും എന്ന രീതിയിൽ ഡോക്ടർ എപ്പോഴും ഞങ്ങളെ അകത്തേക്ക് തള്ളുമായിരുന്നു. അദ്ദേഹത്തിന്റെ കണ്ണടയുടെ അടിയിൽ കൂടെ നോക്കിക്കൊണ്ട് തന്നെ. Sit down, woman, when we automatically started to rise upon his entrance to the chart room. അദ്ദേഹം അവിടെ ഇരിക്കാൻ പറയുന്നത്. Most unusual of all, he had thanked us after we had made rounds with him or helped change a dressing. ഏറ്റവും അസാധാരണമായത് അദ്ദേഹം റൗണ്ട്സിന് പോയ ശേഷം ഇവരെ താങ്ക് ചെയ്യും, അല്ലെങ്കിൽ ഡ്രസ് ഇടാൻ വേണ്ടിയിട്ട് ഇവര് സഹായിക്കുമ്പോഴൊക്കെ. ഹിസ് പേഷ്യൻസ് ലവ്ഡ് ഹിം, സോ ഡിഡ് ദി നഴ്സസ്. അദ്ദേഹത്തിന്റെ പേഷ്യൻസിന് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു, നഴ്സുകൾക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. ബെറ്റി സെഡ്, റിമെമ്പറിംഗ് എ ടൈം വെൻ in her huge white apron and bib she was still in
awe of doctors and afraid of most of them. അവരുടെ ഈ നഴ്സിംഗിന്റെ ഡ്രസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ അത്ഭുതം, ഡോക്ടേഴ്സിനെ കുറിച്ചുള്ള അത്ഭുതത്തെ കുറിച്ച് പറയും. ബട്ട് നോട്ട് ഡോക്ടർ RHS. എന്നിരുന്നാലും ഡോക്ടർ ബോബിനെ കുറിച്ചല്ല. I learned that beneath his abrupt and sometimes gruff exterior, he was kind and understanding, even a little shy. അദ്ദേഹത്തിന്റെ ഉള്ളില് ഒരു വളരെ ടഫായിട്ടുള്ള ആളാണെങ്കിൽ പോലും വളരെ ദയാലുവായിട്ടും മനസ്സിലാക്കുന്ന ഒരാളുമായിരുന്നു. ചെറിയൊരു നാണമുള്ള ആളുമായിരുന്നു. He called all student nurses women. അദ്ദേഹം എല്ലാവരെയും വുമൻ, സ്ത്രീകൾ എന്നായിരുന്നു വിളിച്ചത് സ്റ്റുഡൻസിന്. In a term that made her feel a little less gauche, a bit more mature. അപ്പൊ അങ്ങനെ വിളിക്കുമ്പോൾ അവർക്കത് കുറച്ച് മുതിർന്ന ആൾക്കാരെ പോലെ തോന്നി. She thinks മുതിർന്ന ആൾക്കാർ അല്ലെങ്കിൽ കുറച്ചുകൂടെ മെച്യൂർ ആയിട്ടുള്ള, അതായത് കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ആൾക്കാർ. She thinks he knew this, and that was why he had chosen this incongruous term for student nurses. ഒരു സ്റ്റുഡൻറ് നഴ്സിനെ അങ്ങനെ വിളിച്ചാൽ അവർക്ക് ഈ രീതിയിൽ ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കും എന്ന് ഇദ്ദേഹത്തിന് അറിയുമായിരുന്നു. A select few charge nurses he had known and respected a long time were called sugar. ചിലവരെ ഷുഗർ എന്നായിരുന്നു അദ്ദേഹം വിളിച്ചത്, പഞ്ചസാര എന്നായിരുന്നു വിളിച്ചിട്ടുണ്ട്. കുറച്ചുപേരെ തെരഞ്ഞെടുത്തത്. Betty remembered that he wore purple striped socks beneath his always too short surgical trousers. അദ്ദേഹത്തിന്റെ ഡ്രസ്സിനെ കുറിച്ച് പറയാണ്. അദ്ദേഹം എന്ത് സോക്സ് ആണ് ധരിച്ചിരുന്നത്. And his surgical cap, instead of being snugly fitted, അദ്ദേഹത്തിന്റെ തൊപ്പി എങ്ങനെയുണ്ടായിരുന്നു, was perched high above his ears like that of a rakish baker. ഒരു റാക്കിഷ് ബേക്കർ പോലെ അവരുടെ തൊപ്പി ഉണ്ടായിരുന്നു. He kept it simple before AA. അദ്ദേഹം എക്ക് മുമ്പ് വളരെ keep it simple, നമ്മുടെ ഒരു തന്നെയാണ് അത് ചെയ്തിരുന്നത്. And the nurses who scrubbed for him loved him for it. അദ്ദേഹത്തിന്റെ നഴ്സസിന് അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. She said his surgical skills were admired by nurses. അദ്ദേഹത്തിന്റെ ഓപ്പറേഷൻ ചെയ്യാനുള്ള കഴിവ് നഴ്സുമാര് വളരെ അഭിനന്ദിച്ചിരുന്നു. ആൻഡ് ഡോക്ടേഴ്സ് alike, ഡോക്ടേഴ്സിനും അത് വലിയ കാര്യമായിരുന്നു. Yet he used fewer instruments and other operating paraphernalia than any other surgeon. മറ്റുള്ള ഡോക്ടർമാരെ പോലെ, മറ്റുള്ളവരെ പോലെ അദ്ദേഹം കൂടുതൽ ഉപകരണങ്ങൾ ഉപയോഗിച്ചിരുന്നില്ല. ഓപ്പറേറ്റിംഗ് പാരഫെർനാലിയ, ഈ ഓപ്പറേഷൻ ചെയ്യാനുള്ള കാര്യങ്ങളൊന്നും ഉപയോഗിച്ചിരുന്നില്ല. Over the years, I learned to admire and respect some doctors. Betty said. അങ്ങനെ കുറച്ച് വർഷങ്ങൾ കടന്നുപോയതോടുകൂടി എനിക്ക് ഡോക്ടേഴ്സിനെ റെസ്പെക്ട് ചെയ്യാനായിട്ട് തോന്നി. ബട്ട് ഐ ഡിഡ്ന്റ് ലൈക്ക് മെനി ഓഫ് ദം. എന്നിരുന്നാലും കുറച്ച് ആൾക്കാരെ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നില്ല. ബിക്കോസ് ഓഫ് ദെയർ ആറ്റിറ്റ്യൂഡ്. അവരുടെ സ്വഭാവം അങ്ങനെയായിരുന്നു, അതുകൊണ്ടാണ്. It is hard to find a doctor who is good professionally and also a decent, fine man with humility. ഒരു നല്ല ഡോക്ടറെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. നല്ല പ്രൊഫഷണലായിട്ട് കഴിവുള്ള ആളും വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ആളും വളരെ താഴ്മയുള്ള ഒരു ഡോക്ടറെ കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. This is a very special sort of person, and Dr. Smith was that kind of a man. പക്ഷെ ഡോക്ടർ ബോബ് അങ്ങനെയുള്ള ആളായിരുന്നു, വളരെ സ്പെഷ്യൽ ആയിരുന്നു, ഈ പറയുന്ന പോലെ ഉള്ള ആളായിരുന്നു. When I became a surgical nurse, I learned that most surgeons are prima donnas. They have temper tantrums and they throw instruments. ഞാനൊരു സർജിക്കൽ നേഴ്സ് ആയപ്പോൾ ഈ ഇതുപോലുള്ള സർജൻസിന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുകയാണ്. ദേഷ്യം വരും, അവര് ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ
വലിച്ചെറിയുന്ന ടൈപ്പായിരുന്നു. ദർ അറഗൻറ്റ്, പിടിവാശിയുള്ളവരായിരുന്നു. ആൻഡ് ക്യാൻ മേക്ക് ഇറ്റ് വെരി റഫ്, വളരെ റഫായിട്ടുള്ള ആളുകളായിരുന്നു. എസ്പെഷ്യലി ഫോർ സ്റ്റുഡൻറ് നഴ്സ്. ഈ നഴ്സുമാരോട് വളരെ റൂഡായിട്ട് ബിഹേവ് ചെയ്തിരുന്നു അവർ. ഇഫ് തിങ്സ് സ്റ്റാർട്ടഡ് ടു ഗോ ബാഡ് ഇൻ എൻ ഓപ്പറേഷൻ, ഒരു കാരണവശാൽ ഓപ്പറേഷൻ വളരെ മോശമായ രീതിയിൽ മുമ്പോട്ട് പോയാൽ ഡോക്ടർ RHS വുഡ് റിമെയിൻ വെരി കാം. ഡോക്ടർ ബോബ് ഡോക്ടർ RHS വളരെ ശാന്തനായി കാണപ്പെടും. He made us all feel comfortable. അദ്ദേഹം എല്ലാവരെയും നല്ല രീതിയിലാക്കും. And there was nothing hurried. ഒന്നിനും ധൃതി ഉണ്ടായിരുന്നില്ല. He is somewhat raspy voice. അദ്ദേഹത്തിന്റെ റാസ്പി വോയിസ്, ഒരു വോയിസിന്റെ ഒരു പ്രത്യേകതയാണ്. വുഡ് ബിക്കം സോഫ്റ്റ് ആൻഡ് ലോ. വളരെ സോഫ്റ്റ് ആവും, ചെറുതാവുകയും ചെയ്യും. ഓർഡേഴ്സ് വേർ ഗിവൻ ക്വയറ്റ്ലി. വളരെ ശാന്തമായിട്ട് ഓരോ ആജ്ഞകൾ കൊടുക്കുമായിരുന്നു. ദ റഫർ ദ ഗോയിങ്, ദ മോർ കാം ഹി ബിക്കേം. കാര്യങ്ങൾ കൂടുതൽ കടുപ്പിക്കുമ്പോൾ അദ്ദേഹം അത്രയും ശാന്തനാവും. ദിസ് ആറ്റിറ്റ്യൂഡ് ഇൻഫെക്റ്റഡ് അസ് ഓൾ. ഇത് ഞങ്ങൾ എല്ലാവരെയും വളരെ ഇൻഫെക്ട് ചെയ്തു. അതായത് ഞങ്ങൾക്കും ഞങ്ങൾക്ക് ആ സ്വഭാവം ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. There was no screaming, no swearing. നിലവിളിയും ബഹളമൊന്നുമില്ല. He was not snide and he did not make off-color remarks to embarrass the students. അവർക്ക് മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ, സ്റ്റുഡൻസിന് മനസ്സ് വിഷമിപ്പിക്കുന്ന പോലെ അദ്ദേഹം ഒന്നും പറഞ്ഞിരുന്നില്ല. Others would try to belittle us. മറ്റുള്ളവർ നമ്മളെ കൊച്ചാക്കും. And would sometimes be really cruel. അവര് ചില സമയത്ത് വളരെ ക്രൂരമായിരിക്കും. ഡോക്ടർ സ്മിത്ത് വാസ് നോട്ട് ദാറ്റ് വേ. പക്ഷെ ഡോക്ടർ സ്മിത്ത് ഒരിക്കലും അങ്ങനെ ആയിരുന്നില്ല. ആൻഡ് ബിക്കോസ് ഓഫ് ദാറ്റ് വി ഓൾ ലവ്ഡ് ഹിം. ആ ഒരു കാരണം കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവരും അദ്ദേഹത്തെ വളരെ ഇഷ്ടമായിരുന്നു. I never heard an unkind thing said about Dr. Smith. ഒരു കൈൻഡ് അല്ലാത്ത, അല്ലെങ്കിൽ ഒരു ഇഷ്ടപ്പെടാത്ത കാര്യം അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. Betty saw him as innately kind and possessed of an inner strength. ഈ ബെറ്റി അദ്ദേഹത്തെ ഒരു ഉള്ളിലുള്ളൊരു സ്ട്രെങ്ത് കാണപ്പെട്ടു. അത് ജന്മനായിട്ട് ഉള്ളതായിട്ട് അവർ കാണാൻ സാധിക്കും. And recalled his telling students that pain was the greatest leveler and that suffering patients should be treated with equal solicitude and compassion, whether they are in charity wards or private rooms. അവര് ചാരിറ്റി വാർഡ്സിലായാലും അല്ലെങ്കിൽ റൂമിലായാലും ആ പേഷ്യൻസിനെ ഒരേപോലെ ചികിത്സിക്കണം എന്ന് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു. Above all, Betty remembers assisting Dr. Bob with a lumbar puncture. Lumbar puncture, നട്ടെല്ലിലുള്ള ഒരു പങ്ക്ചർ. അവര് ഈ ബെറ്റി അദ്ദേഹത്തെ അസിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. Then dropping the specimen. Instead of reporting her, he merely said, "Well, we all just have to get some more." And when her supervisor inquired why they were going through the complicated and tedious procedure again, Dr. Bob replied that he had dropped the damn thing before Betty could get hold of it, saving her from the severe reprimand. അതായത് ഇവര് ഓപ്പറേഷൻ സമയത്തുള്ള കാര്യത്തെ കുറിച്ച് പറയാണ്. അദ്ദേഹം എങ്ങനെ ഈ ബെറ്റിനെ അനുകൂലിച്ച് സംസാരിച്ചു. Well, we will just have to get some more. അപ്പൊ ഈ പ്രൊസീജിയർ നടക്കുമ്പോൾ ഇവര് ഒരു തെറ്റ് ചെയ്തു. എന്തോ ഒരു സാധനം ഡ്രോപ്പ് ചെയ്തു. അതിന്
instead of reporting her, he merely said, well, we will just have to get some more. പക്ഷെ നമുക്ക് കുറച്ചുകൂടി അത് എടുക്കാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. And when her supervisor inquired, അപ്പോഴാണ് സൂപ്പർവൈസർ എന്ത് പറ്റിയെന്ന് അന്വേഷിക്കുമ്പോൾ അദ്ദേഹം ആ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് അവരെ അവരെ രക്ഷപ്പെടുത്തി. അല്ലെങ്കിൽ അവർക്ക് അത് ഒരു ഈ സൂപ്പർവൈസറിൽ നിന്നും ചിലപ്പോ അതിൻ്റെതായിട്ടുള്ള ആക്ഷൻ എടുക്കും എന്നുള്ളതുകൊണ്ട്. I don't know whether the supervisor believed that, but we couldn't say he was lying. സൂപ്പർവൈസറിന് അത് വിശ്വാസമായോ എന്ന് ഞങ്ങൾക്കറിയില്ല, ബട്ട് ഞങ്ങൾക്ക് അദ്ദേഹം നുണ പറയുകയാണെന്ന് പറയാൻ സാധിച്ചില്ല. സോ I could have kissed the ground that man walked on. അത്രയും നന്ദി ഉള്ള സ്ത്രീയാണെന്ന് പറയാൻ വേണ്ടി പറയണം. അദ്ദേഹം നടന്ന സ്ഥലം ചുംബിച്ചിട്ടുണ്ടാവും എന്ന് പറയണം. But he also recalled that Dr. Bob could be blunt. I got a call to the OR one Sunday afternoon. ഈ ബെറ്റി എന്ന് പറഞ്ഞവർക്ക് ഇത് ഓർമ്മ വരും. ഡോക്ടർ ബോബ് ചില സമയത്ത് വളരെ ബ്ലണ്ടാണ്. ഒരിക്കലും ഒരു പെട്ടെന്നൊരു വിളി വന്നു. OR, operating room ആയിരിക്കും, OR അറിയില്ല. There was just Dr. Bob, an intern, the anesthetized patient and me. OR-ൽ ഇവരൊക്കെ ഉണ്ടായിരുന്നു. ഡോക്ടർ ബോബ്, ഒരു ഇന്റേൺ ഉണ്ടായിരുന്നു, പിന്നെ ഒരു മയക്കി കിടത്തിയ ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു, ഞാനും ഉണ്ടായിരുന്നു. ഡോക്ടർ ബോബ് വാസ് നോട്ട് garrulous and none of us were saying anything. ഡോക്ടർ ബോബ് സാധാരണ പോലുള്ള ഒരു നല്ല ഇതിലായിരുന്നില്ല. ഞങ്ങൾ ആരും ഒന്നും പറഞ്ഞില്ല. The patient was turned over on his abdomen. പേഷ്യന്റ് കമിഴ്ന്ന് കിടക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ ബോബ് was a rectal surgeon, felt there was no point in prepping them there. ഡോക്ടർ ബോബ് ഒരു റെക്ടൽ സർജൻ ആയിരുന്നു. അതായത് ബാക്കിൽ ഉള്ള ആമാശയം എന്താ പറയുക, അതാണ് പുറകുവശത്തുള്ളത്. ആമാശയല്ല, ബാക്ക് സൈഡ്, ബട്ടക്സ് എന്നൊക്കെ പറയില്ല, അതാണ് അവിടെയാണ് റെക്ടം. അതിൻ്റെ ഒരു സർജൻ ആയിരുന്നു. There was no point in prepping them there. അവിടെ അവരെ നിർത്തുന്നതിൽ വലിയ കാര്യമില്ല. The intern was a rather shy young man with his head in the clouds most of the time, was sort of leaning on the patient. അവിടെ ഉണ്ടായിരുന്ന ഒരു ഇന്റേണെ കുറിച്ച് പറയാണ്. അദ്ദേഹം വളരെ ഒരു നാണം കുടുങ്ങിയായിരുന്നു, പക്ഷെ തല ഉയർത്തി പിടിക്കുമെന്ന ഒരാളായിരുന്നു. അദ്ദേഹം ഈ പേഷ്യന്റിന് മേലെ ചാടി നിന്നുകൊണ്ടിരുന്നു, യൂസിങ് എ ഹെമോസ്റ്റാറ്റ് to pull hairs out of the rectal area. അതൊരു ഈ റെക്ടൽ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബാക്ക് സൈഡിലുള്ള അവിടെ ഉള്ള രോമങ്ങളെ എടുക്കാനായിട്ട് അയാൾ അവിടെ നിന്നുണ്ടായിരുന്നു. It was as tough he was plucking petals from a flower. It was as though he was plucking petals from a flower. പൂവിൽ നിന്നും അതിന്റെ ഇതളുകൾ പറിക്കുന്ന പോലെയായിരുന്നു അദ്ദേഹം ഈ രോമങ്ങൾ എടുക്കുന്നില്ല. She loves me not. എന്നെ സ്നേഹിക്കുന്നു, എന്നെ സ്നേഹിക്കാതിരിക്കുന്നു എന്ന് പറയുന്നു. I will always remember Dr. Bob saying, I'm doctor, and the intern said, yes, Dr. R.H. And Dr. Bob said, just how the hell would you like someone pulling hairs out of your ass? ഡോക്ടർ ബോബ് അദ്ദേഹത്തോട് ചോദിക്കുമായിരുന്നു, ഇതേപോലെ രോമങ്ങളെ വലിച്ച് നിങ്ങളുടെ പുറകിൽ നിന്നും രോമങ്ങളെ വലിച്ച് എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നും? യെസ്, ഹി വാസ് ബ്ലണ്ട്. അദ്ദേഹം വളരെ ബ്ലണ്ടായിരുന്നു.
but there was nothing cross or phony about that man. പക്ഷെ അദ്ദേഹത്തില് ഒരു എന്താണ് ഒരു ശരിയല്ലായ്മയൊന്നും ഉണ്ടായിരുന്നില്ല. I knew that long before I knew anything else about him. അദ്ദേഹത്തിനെ കുറിച്ച് ഈ കാര്യം എനിക്ക് നേരത്തെ തന്നെ അറിയായിരുന്നു. He was just a real guy. ഒരു സത്യസന്ധനായ ഒരാളായിരുന്നു. Lily, Dr. Bob's receptionist nurse, was equally devoted. മറ്റൊരു സ്ത്രീ ഡോക്ടർ ബോബിന്റെ റിസപ്ഷനിസ്റ്റ്, അവർ ഇതേപോലെ വളരെ ഡിവോട്ടഡ് ആയിരുന്നു. അക്കോർഡിംഗ് ടു സ്യൂ, ഡോക്ടർ മകള്, who remembered her mother's comment that Lily had nothing but praise for him. ഏത് സമയത്തും ഡോക്ടർ ബോബിനെ കുറിച്ച് വലിയ അഭിമാനമായിരുന്നു എന്നുള്ള കാര്യം. But said she had a hard time getting him to tell he was indebted to him. പറയാൻ സാധിക്കാത്തൊരു കാര്യത്തെ കുറിച്ച് പറയുന്നു, കടപ്പെട്ടവനാണെന്നുള്ളൂ. He didn't like to send out bills, and there were many people he didn't charge at all. രോഗികൾക്ക് ബില്ല് അയക്കാൻ വലിയൊരു താല്പര്യം ഉണ്ടായിരുന്നില്ല. ചിലവരെ പൈസ വാങ്ങിക്കാതെ ചികിത്സിച്ചു. That's true, agreed Smitty. അത് ശരിയാണെന്ന് സമ്മതിക്കുന്നു. He did more charity work. അദ്ദേഹം കൂടുതലായിട്ടും ചാരിറ്റി, പൈസ വാങ്ങാതെ പേഷ്യൻസിനെ നോക്കുന്നുണ്ടായിരുന്നു. than did for his regular patients. അദ്ദേഹം പൈസ വാങ്ങിച്ച് നോക്കുന്ന പേഷ്യൻസിനെക്കാളും പൈസ വാങ്ങാതെ നോക്കിയിരുന്നു. I remember how he would say, well, I have got 3 operations this morning, 2 for the Lord and 1 for RH. അദ്ദേഹം ചാരിറ്റി ചെയ്തിരുന്ന കാര്യം പറയാണ്. എനിക്ക് 2 ഓപ്പറേഷൻ ഉണ്ട്, 3 ഓപ്പറേഷൻ ഉണ്ട്, 2 ദൈവത്തിനും 1 എനിക്കും. Not only that, but people would come into his office in desperate straits, and he could literally give them his last cent. He might only have 50 cents, but he would give it to them. വളരെ ദാനശീലനായിരുന്നു, കയ്യിലുള്ള പൈസ മുഴുവൻ കൊടുക്കും എന്നുള്ളതാണ്. In 1933-34, of course, there were probably fewer and fewer bills to send out. 1933-34 കുറച്ച് ബില്ലുകൾ മാത്രമേ കൊടുക്കാനുണ്ടായിരുന്നു. Dr. Bob's position at City Hospital became precarious. ഡോക്ടർ ബോബിന്റെ ആശുപത്രിയിലെ ഒരു അവസ്ഥ വളരെ മോശമായി. There are some who say he actually dismissed, but no record of dismissal. അദ്ദേഹത്തെ പിരിച്ചുവിട്ടു എന്ന് പോലും പറയുണ്ടായിരുന്നു, പക്ഷെ അതിൻ്റെ ഒരു റെക്കോർഡൊന്നും ഉണ്ടായിരുന്നില്ല. It is likely that discussion of the matter was in a preliminary or informal stage when Bob stopped drinking. അത് അങ്ങനെ സംഭവിക്കാൻ വേണ്ടിയിട്ടുള്ള ഓരോ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അദ്ദേഹം കുടി നിർത്തിയത്. ജസ്റ്റ് ഇൻ ടൈം, കറക്റ്റ് സമയത്ത് കുടി നിർത്തി. However, his surgical practice had dwindled and he was supplementing his income through catch as catch can general practice. അദ്ദേഹത്തിന്റെ സർജിക്കൽ പ്രാക്ടീസ് അത് dwindled എന്ന് പറഞ്ഞാൽ എനിക്ക് മോശമായിരുന്നത് ആയിരിക്കണം. ആൻഡ് ഹി വാസ് സപ്ലിമെന്റിങ് ഹിസ് ഇൻകം. അദ്ദേഹത്തിന്റെ പൈസ ഒരു ജനറൽ പ്രാക്ടീസിലൂടെ അദ്ദേഹം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. More light was thrown on his crucial period by Dr. Thomas Scuderi, later the medical director of what is now Ignatia Hall, the alcoholic ward at St. Thomas Hospital. ഇപ്പോഴുള്ള സെന്റ് തോമസ് ഹോസ്പിറ്റലിലെ ഇഗ്നേഷ്യ ഹാൾ, അവിടെ ഈ ഡോക്ടർ തോമസ് സ്ക്യൂഡറി
അദ്ദേഹം ഇതിന്റെ മെഡിക്കൽ ഡയറക്ടർ ആയിരുന്നു. അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. Dr. Scuderi, a young intern in 1934, when he first met Dr. Bob, described him as a big hulk of a man. വലിയൊരു മനുഷ്യൻ ആയിരുന്നു എന്നാണ് ഡോക്ടർ ബോബിനെ കുറിച്ച് പറഞ്ഞത്. 1934 ഈ സ്കേഡറി കണ്ടപ്പോൾ വെൽ ബിൽറ്റ്, നല്ല ഒത്ത ശരീരം, ഹസ്കി വോയിസ്, വളരെ കരകരാന്നുള്ള ശബ്ദം, ഡീപ്പായിട്ടുള്ള ശബ്ദം. He was very good to the interns and residents. അവിടെയുള്ള രോഗികളോടും അവിടെയുള്ള ഇന്റേൺസിനോടും, അതായത് അവിടെ ഈ ഡോക്ടേഴ്സായി പഠിക്കാൻ വന്നിട്ടുള്ളൂ, വളരെ നല്ല രീതിയിലായിരുന്നു. couldn't do enough for you, and when he laughed you couldn't help but laugh with him. അദ്ദേഹം ചിരിക്കുമ്പോൾ എല്ലാവർക്കും ചിരിക്കാതിരിക്കാൻ പറ്റിയില്ല. Dr. Scuderi was not then aware of Dr. Bob's drinking. അപ്പൊ ഈ ഡോക്ടർ സ്ക്യൂട്ടറിക്ക് ഡോക്ടർ ബോബിന്റെ കുടിയെക്കുറിച്ച് അറിഞ്ഞിരുന്നില്ല. ബിക്കോസ് എവറിത്തിങ് വാസ് ഓൺ ദി QT in those days. എല്ലാം QT-ലായിരുന്നു. But he later found out that others knew. പിന്നീട് അദ്ദേഹത്തിന് മനസ്സിലായി മറ്റുള്ളവർക്ക് ഇത് കാര്യം അറിയും എന്നത്. He advanced several reasons why Dr. Bob might not have been more severely disciplined than he was. അദ്ദേഹം ചിന്തിച്ചു എന്തുകൊണ്ടാണ് ഈ ഡോക്ടർ ബോബ് കുറച്ചുകൂടി ഡിസിപ്ലിനായിട്ട് എന്തുകൊണ്ടിരിക്കാത്തത് നേരത്തെ ഉള്ളതിനേക്കാളും. First, Dr. Scuderi felt Dr. Bob was a better surgeon than most, even though disabled by alcohol. മദ്യപാനം ഒരു പ്രശ്നമാണെങ്കിൽ പോലും ഡോക്ടർ ബോബ് മറ്റുള്ള സർജൻസിനേക്കാളും നല്ലൊരു സർജൻ ആയിരുന്നു എന്ന് അദ്ദേഹം ധരിച്ചിരുന്നു. Second, Dr. Bob was extremely well liked by his colleagues. എല്ലാവർക്കും അദ്ദേഹത്തെ വലിയ ഇഷ്ടമായിരുന്നു. അതായിരുന്നു രണ്ടാമത്തെ കാര്യം. Who probably did what they could to cover up for him. അദ്ദേഹത്തിന്റെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെ മൂടി വെക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് ചെയ്യാൻ സാധിക്കും. Third, there was, and to some extent still is, a tacit agreement in the medical profession to deny that such problem as alcoholism existed among doctors. അങ്ങനെയൊന്നും ഒരു പ്രശ്നമല്ല എന്നുള്ള കാര്യത്തെ മറച്ചു വെക്കാൻ ആയിരുന്നു alcoholism. Dr. Scuderi, who in 1977, at the time of these reminiscences, was in his 70s and never did start to drink, said, അപ്പൊ ഡോക്ടർ സ്ക്യൂഡറിയുടെ പഴയ ഓർമ്മകൾ വെച്ചിട്ട് അദ്ദേഹം പറയാണ്, ഡോക്ടർ ബോബ് ഓൾവേസ് ഗേവ് ഹെൽപ്പ് ആൻഡ് ഗൈഡൻസ് ടു യങ്ങർ men. ഡോക്ടർ ബോബ് എപ്പോഴും ചെറുപ്പക്കാർക്ക് സഹായിച്ചിരുന്നു, വേണ്ട രീതിയിൽ നിർദ്ദേശങ്ങൾ കൊടുത്തു. Furthermore, he himself became interested in alcoholism through the example of Dr. Bob and Sister Ignatia when they established the alcoholic ward at St. Thomas. പിന്നീട് അദ്ദേഹത്തിന് ഡോക്ടർ ബോബിനോടും സിസ്റ്റർ ഇഗ്നേഷ്യയോടും അവര് ഈ ആൽക്കഹോളിക് വാർഡ് സെന്റ് തോമസിൽ സ്ഥാപിച്ചതോടുകൂടി അദ്ദേഹത്തിന് മദ്യാസക്തിയിൽ താല്പര്യമുണ്ട്. I remember he used to tell the young interns, stay away from alcohol if you are smart. അദ്ദേഹം ഈ പുതിയ ഡോക്ടർമാരോട് പറയുണ്ടായിരുന്നു, മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാം. നിങ്ങൾ സ്മാർട്ടായിരിക്കണമെങ്കിൽ മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കാം. ലുക്ക് അറ്റ് ഇറ്റ് ബട്ട് ഡോണ്ട് ടച്ച് ഇറ്റ്. നോക്കിക്കോളൂ, പക്ഷെ അതൊരിക്കലും തുടരുത്. ബിക്കോസ് ഇറ്റ് വോണ്ട് ഗെറ്റ് യു എനിവേർ. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അത് നിങ്ങളെ എവിടെയും എത്തിക്കില്ല എന്നുള്ളതുകൊണ്ട്. He said, the older you get, the more tempted you are to drink. വയസ്സ് കൂടുന്തോറും കുടിക്കാനുള്ള പ്രേരണ കൂടും. Stay away from it.
നീ ഒന്ന് മാറി നിൽക്ക് എന്ന് ഡോക്ടർ പറയുണ്ടായി. ഡോക്ടേഴ്സ് വർക്ക് അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെസ്. ഡോക്ടർ സ്ക്യൂഡറി സെഡ്. ഡോക്ടർമാര് സാധാരണ ഒരുപാട് ടെൻഷനിലാണ് വർക്ക് ചെയ്യുക. ആൽക്കഹോൾ ഈസ് എ ടെംപ്ടേഷൻ. മദ്യം ഒരു ഒരു ടെംപ്ടേഷനാണ്, അല്ലെങ്കിൽ ഒരു എന്താ പറയുക, കുടിപ്പിക്കുന്ന ഒരു സാധനമാണ്. They go to a lot of parties and they don't think they are mixing with the other doctors unless they have a drink in their hand. അവർ ഈ പാർട്ടിക്കൊക്കെ പോകുമ്പോൾ മറ്റുള്ള ഡോക്ടർമാരുമായിട്ട് കൂടിക്കാഴ്ച നടത്തുമ്പോൾ ഒരു ഒരു കയ്യിലൊരു ഗ്ലാസ് കയ്യിലൊരു ഗ്ലാസ് ഇല്ലെങ്കിൽ അവർക്ക് ഇടപഴകാത്തത് പോലെ തോന്നും. I don't know anything about him being dismissed from City Hospital. Dr. ബോബിനെ സിറ്റി ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്മിസ് ചെയ്ത കാര്യം എനിക്കറിയില്ല. All I know is that he made a terrific comeback in surgery at St. Thomas. എനിക്കറിയാവുന്ന കാര്യം ഇതേ ഉള്ളൂ, അദ്ദേഹം സെന്റ് തോമസ് ആസ്പത്രിയിലെ സർജറിയിൽ തിരിച്ചു വരവ് നടത്തി. And he had get up at 2 or 3 in the morning to help another alcoholic. അദ്ദേഹം 2 മണിക്കോ 3 മണിക്കോ വേറൊരു മദ്യാസക്തനെ സഹായിക്കാനായിട്ട് എഴുന്നേൽക്കുമായിരുന്നു. R.H. Smith used to visit the alcoholic ward every day. ഈ പറഞ്ഞിരുന്ന ആൽക്കഹോളിക് വാർഡിലേക്ക് അദ്ദേഹം എല്ലാ ദിവസവും പോകുമായിരുന്നു. This was in addition to his regular practice. അദ്ദേഹത്തിന്റെ അതല്ലാതെയുള്ള പ്രാക്ടീസ് കൂടാതെയാണ് ഇത് നടന്നിരുന്നത്. It was entirely voluntary AA work. അത് തികച്ചും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഒരു പ്രവർത്തനമായിരുന്നു. We couldn't do enough for them. അദ്ദേഹത്തിന് വേണ്ടുവോളം അവർക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. He talked to them in short sentences, very simply. അദ്ദേഹം അവരോട് വളരെ ചെറിയ വാക്കുകൾ മാത്രമേ പറഞ്ഞിരുന്നു, വളരെ വളരെ സിമ്പിളായിട്ട്. He was very approachable. അദ്ദേഹത്തെ എളുപ്പത്തിൽ അടുക്കാമായിരുന്നു. And he would talk to everybody the same way. എല്ലാവരോടും ഒരേ രീതിയിൽ വർത്തമാനം പറഞ്ഞിരുന്നു. Whether they were the highest or lowest level. ഒരു ലെവൽ നോക്കിയിട്ടായിരുന്നില്ല, ഒരു വലിയ ലെവലായാലും ചെറിയ ലെവലായാലും ഒരേപോലെ എല്ലാവരോടും സംസാരിച്ചിരുന്നു. When I went to Italy last year, I looked up AA in the telephone directory. ഞാൻ ഇറ്റലിക്ക് കഴിഞ്ഞ കൊല്ലം പോയപ്പോൾ AA ടെലിഫോൺ ഡയറക്ടറിയിൽ നിന്ന് നോക്കി. I said to my brother, if only Dr. Smith knew how it was all over the world today. അത് കണ്ടിട്ട് ബ്രദറിനോട് പറഞ്ഞു, ഇന്ന് ഡോക്ടർ ബോബ് ഉണ്ടായിരുന്നെങ്കിൽ, ഇതെല്ലാം അദ്ദേഹം അറിഞ്ഞിരുന്നെങ്കിൽ ലോകം മുഴുവനും പടർന്ന് പന്തലിച്ച കാര്യത്തെ കുറിച്ച് പറയാം ഉണ്ടെങ്കിൽ അറിയുമായിരുന്നു എന്നുള്ള കാര്യം. ഓക്കെ, ഈ ചാപ്റ്റർ അതോടുകൂടി നമ്മൾ വായിച്ചു കഴിഞ്ഞു, 4ാമത്തെ ചാപ്റ്റർ. അപ്പൊ ഞാനിവിടെ നിർത്തുകയാണ്. സുഹൃത്തുക്കൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ലക്ഷ്മൺ സാറേ, താങ്ക് യു സോ മച്ച്. അടുത്ത ആഴ്ചയും വരുമെന്ന പ്രതീക്ഷയോടുകൂടി. ഓക്കെ താങ്ക് യു സാർ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലക്ഷ്മണൻ സാറ് പുള്ളിയുടെ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുള്ളി 11 മണി വരെ ഉള്ളെന്ന് പറഞ്ഞായിരുന്നു. നമുക്കടുത്ത ജനറൽ ഷെയറിംഗ് ആക്കാം. നമ്മൾ മൊത്തം ഇപ്പോൾ 13 പേരുണ്ട്, ഞാനടക്കം. നമുക്കൊരു ജനറൽ ഷെയറിങ്ങിലേക്ക് കിടക്കാം. ആരാണ് ഫ്രീ ആയിട്ടുള്ള ആരാന്ന് വെച്ചാൽ നമുക്ക് ഷെയറിങ്ങിനായിട്ട് മുന്നോട്ട് വരാം. സുഹൃത്തുക്കൾ ആരാണ് ഫ്രീ ആയിട്ടുള്ളത്?
എല്ലാവരും തിരക്കിലാണോ? ഞാൻ വരാം. ശ്രീനു ചേട്ടാ, ഓക്കെ സുഹൃത്തുക്കളെല്ലാം കോശമോൻ, താങ്ക് ഞാൻ യു താങ്ക് യു. അസക്തരൊക്കെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലായതുകൊണ്ട് ദൈവകാലം ഇന്ന ദിവസം മദ്യവെച്ചിട്ടില്ല. എന്റെ പേര് അരുൺ കോശി. എല്ലാവർക്കും നല്ലൊരു ഹായ്. ഹായ് അരുൺകോശി, ഹായ് ഹായ് ഹായ്. ഹായ്. ഇന്ന് നല്ലൊരു ദിവസമായിട്ട് മുമ്പോട്ട് പോകുന്നു. മദ്യത്തിൽ നിന്ന് മാറി നിന്നുകൊണ്ട് യാത്ര വളരെ ഹായ് നല്ല സുഖമുള്ള ഒരു ദിവസമായിരുന്നു. എന്തായാലും ഇന്ന് കുറച്ച് ജോലികളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. വീട്ടിലൊരു അല്പം ജോലി, രണ്ടുപേരും ഓഫായിരുന്നു. വീട്ടില് ഭാര്യയും പിള്ളേരുടെ കൂടെ കുറച്ചു നേരമൊക്കെ ഇരിക്കാനും വീട്ടിലെ കുറച്ച് ജോലികളൊക്കെ ചെയ്യാനൊക്കെ സാധിച്ചു. അപ്പം ഞാനിത് ഇപ്പൊ പറഞ്ഞതിന്റെ കാര്യം, മദ്യപിച്ചുകൊണ്ടിരുന്ന സമയത്ത് എല്ലാം തകർന്ന ഒരു അവസ്ഥയായിരുന്നു. ഒന്നിനും ഇപ്പൊ ഇവനൊരു ജോലിക്ക് പോലും പോകാനോ അല്ലെങ്കിൽ ഒരു കാര്യം, വീട്ടിലെ കാര്യം പോലും ചെയ്യാൻ കഴിവ് നഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പം ഈ ഒരു കൂട്ടായ്മേനെ കണ്ട് മുട്ടിയതിനു ശേഷമാണ് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടായത്. കാരണം എനിക്ക് മദ്യപിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാനൊരു സ്വാർത്ഥ സ്വഭാവമായിരുന്നു. കാരണം എനിക്ക് എന്റെ കാര്യങ്ങൾക്ക് പോലും ശ്രദ്ധ കൊടുക്കാനായിട്ട് സാധിക്കാത്ത ഒരു മനുഷ്യനായി മാറിയിരുന്നു ഞാൻ. പിന്നീട് വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യത്തില്ല. ഇപ്പം കുട്ടികളുടെ കാര്യങ്ങളാണെങ്കിലും ആ, എല്ലാം പെൻഡിങ്, പിന്നത്തേക്ക് ഞാൻ മാറ്റി വെക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. അങ്ങനെ അവസാന കുടിയ സമയത്ത് ജോലിക്ക് പോലും പോകാനുള്ളൊരു മനസ്സിലായിരുന്നു. കാരണം ജോലിക്കൊക്കെ പോകാനായിട്ട് എല്ലാം റെഡിയായിട്ട് അവർ വിളിക്കുമ്പം ഞാൻ പിന്നീട് മദ്യവെച്ചിട്ട് ഇങ്ങനെ അത് നാളെ നാളെ എന്ന് പറഞ്ഞിങ്ങനെ നീട്ടി വെക്കും. എനിക്ക് ആ ഒരു ദിവസം എനിക്ക് എന്ത് ചെയ്യണമെന്നോ അല്ലെങ്കിൽ മദ്യവെച്ച് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം ഞാൻ ജോലിക്ക് പോകാനൊക്കെ ഉള്ളൊരു മടിയും ഒക്കെ ഉള്ളൊരവസ്ഥയായിരുന്നു. എന്തായാലും ഇന്ന് പല കാര്യങ്ങളും ചെയ്യാനായിട്ട് പിന്നത്തേക്ക് മാറ്റി വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എനിക്ക്. പക്ഷെ അതിനെ ഒരു മാറ്റം ജീവിതത്തിൽ വന്നു. ഈ ഒരു പ്രോഗ്രാമിൽ വന്നതിന് ശേഷമാണ് ഞാൻ മനസ്സിലാക്കിയത്. കാരണം ഞാന് ഇന്നൊരു ദിവസം എന്നെ സ്നേഹിക്കാനും എൻ്റെ കൂടെയുള്ളവരെ സ്നേഹിക്കാനും ഒക്കെ എന്നെ പഠിപ്പിച്ചു തന്നൊരു കൂട്ടായ്മയിലാണ് ഞാൻ നിൽക്കുന്നത്. കാരണം ഒരു ശകലം പോലും ആ ഒരു ആത്മാർത്ഥത ഇല്ലാത്തൊരവസ്ഥയായിരുന്നു എൻ്റെ ജീവിതത്തിൽ. ഏറ്റവും അവസാനം ഞാൻ എങ്ങനെയോ ജീവിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഒരു അർത്ഥമില്ലാത്തൊരു ജീവിതമായിരുന്നു. എനിക്കിപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം കുട്ടികളുടെ കാര്യമാണ്. കുട്ടികളെ ഞാൻ ഒരുപാട് വേദനിപ്പിച്ച ഒരു വ്യക്തിയാണ്. കാരണം പലപ്പോഴും അവർക്ക് ആഹാരം പോലും കൊടുക്കാനായിട്ട് കഴിവില്ലാതിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു എനിക്ക്. കാരണം എനിക്ക് ആഗ്രഹം ഉള്ളിലുണ്ട് അവർക്ക് ആഹാരം കൊടുക്കണമെന്നൊക്കെ. പക്ഷെ ചില സമയത്ത് എന്റെ സ്വാർത്ഥ സ്വഭാവം എന്റെ ഉള്ളിലോട്ട് വന്നിട്ട് ഞാന് എനിക്ക് മാത്രമായിട്ട് പല കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങി. അതായത് ഞാൻ മദ്യപിക്കുമ്പം എനിക്ക് ഭക്ഷണം മേടിച്ച് ഞാൻ തന്നെ കഴിക്കുന്നു. എന്റെ കുട്ടികള് വിശന്നിരിക്കുമ്പം ഞാൻ അവിടെ അവരുടെ കാര്യങ്ങൾ പോലും നോക്കാനായിട്ട് സമയം കണ്ടെത്താൻ കഴിവ് നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലായിരുന്നു. അപ്പം പിന്നീട് ജീവിതത്തിൽ എന്തൊക്കെയോ ഒരു അർത്ഥമുണ്ട് അല്ലെങ്കിൽ ജീവിക്കണമെന്നൊക്കെയുള്ള ഒരു തോന്നല് ഈ ഒരു പ്രോഗ്രാമിലേക്ക് വന്നതിന് ശേഷം മാത്രമാണ് എനിക്ക് കിട്ടിയത്. അപ്പൊ ഞാൻ ആദ്യമേ വിചാരിച്ചിരുന്നത് കുറച്ചു നാളത്തേക്ക് മദ്യപാനം നിർത്താം. കാരണം എൻ്റെ ഭാര്യ എൻ്റെ കുട്ടികളൊക്കെ എന്നിൽ നിന്ന് അകലാൻ തുടങ്ങിയ ഒരു അവസ്ഥയിലായിട്ട് അവസാന സമയത്ത് എനിക്ക് ഫീൽ ചെയ്തു. കാരണം അത്രമേല് കുടി കാരണം അവര് അവര് ഒരു വേറൊരു അവസ്ഥയിലോട്ട് മാറിയിരുന്നു. കാരണം ഇപ്പം നമ്മുടെ ഭാര്യയാണെങ്കിലും കുട്ടികളാണെങ്കിലും മയക്കമാണ്. അപ്പം ആ ഒരു അവസ്ഥയിൽ നിന്ന് ഇന്നിപ്പം മാറി ചിന്തിക്കുവാനും ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാനും ജീവിക്കാനും ഒക്കെ എന്നെ പഠിപ്പിച്ച ഈ ഒരു കൂട്ടായ്മയ്ക്ക് നന്ദിയാണ് പറയാനുള്ളത്. കാരണം ജീവിതത്തെ തന്നെ ഇന്ന് പുറമോട്ട് ചിന്തിച്ചു നോക്കുമ്പോൾ ഏതോ ഒരു ലോകത്തിൽ നിന്നൊരു ഞാന് ഇന്ന് അവരുമൊത്ത് അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിനൊത്ത് ഒരു നല്ല ജീവിതം പങ്കുവെക്കാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ട്.